ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറ്റാർ വാഴയുടെ സവിശേഷതകളെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടി തന്നെയാണല്ലോ കറ്റാർ വാഴ. കറ്റാർ വാഴയെക്കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സംസ്കൃതത്തിൽ ഇതിനെ കുമാരി എന്നാണ് അറിയപ്പെടുന്നത്. ഒട്ടനവധി ഉപയോഗങ്ങൾ മിക്കവാറും എല്ലാവർക്കും അറിയാം. കൂടുതൽ സ്ഥലമൊന്നും വേണ്ട ഇതിനെ വളർത്താൻ. ചെടിച്ചട്ടിയിലായാലും ഇതിനെ നമുക്ക് നല്ലതുപോലെ വളർത്തിയെടുക്കാം. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ളൊരു ചെടിയാണ് നമ്മുടെ ഈ കറ്റാർ വാഴ. സൗന്ദര്യ സംരക്ഷണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ കറ്റാർ വാഴ. മുടിയുടെ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ഇതുപയോഗിച്ച് നമ്മൾ എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട്. കറ്റാർ വാഴയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു പങ്ക് വഹിക്കുന്നു നമ്മുടെ മുഖസൗന്ദര്യത്തിന് ഇത് ഉപയോഗിക്കാറുണ്ട്. ത്വക്ക് രോഗത്തിനും രക്തശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നു. സ്ത്രീകളുടെ ഒരുപാട് രോഗങ്ങൾക്ക് കറ്റാർ വാഴ ഉപയോഗപ്രദമാണെന്ന് കൂട്ടുകാർക്കറിയാമോ? കുഴിനഖത്തിനും തീപ്പൊള്ളൽ സംഭവിച്ചാലും ഇതിൻ്റെ ജെല്ല് പുരട്ടിയാൽ മതിയാകും. തീപ്പൊള്ളലൊക്കെ ഏൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൈ മെഡിസിൻ ഇല്ലാതായിരിക്കും. ചിലപ്പോൾ നമ്മൾ തേനൊക്കെ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് കറ്റാർ വാഴയുടെ ജെല്ല് തേക്കുന്നത്. കൂട്ടുകാരെ, പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. കറ്റാർ വാഴയിൽ നിന്നാണ് ചെന്നിനായക ഉണ്ടാക്കുന്നത്. എത്ര പേർക്കറിയാം കറ്റാർ വാഴയിൽ നിന്നാണ് ചെന്നിനായക ഉണ്ടാക്കുന്നതെന്ന്? പച്ചമഞ്ഞളും കറ്റാർ വാഴയുടെ ജെല്ലും ചേർത്തിട്ടാൽ കുഴിനഖം മാറും. സ്ത്രീകളുടെ ഹോർമോൺ പ്രോബ്ലംസിന് കറ്റാർ വാഴ വളരെ വളരെ സഹായകമാക്കുന്നു. നമ്മുടെ കാൽപാദങ്ങൾ വിണ്ട് കീറുമ്പോൾ ആ വിണ്ട് കീറിയെടുത്ത് കറ്റാർ വാഴയുടെ ജെല്ലൊന്ന് തേച്ച് നോക്കൂ. നല്ല മാറ്റം ഉണ്ടാകുന്നതാണ്. വെറും വയറ്റിൽ കറ്റാർ വാഴയുടെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ എന്തിനൊക്കെ കറ്റാർ വാഴ ഉപയോഗിച്ചാലും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ കറ കളയണം. തൊലി ചെത്തിക്കളഞ്ഞ് അതിൻ്റെ ജെല്ലെടുക്കുമ്പോൾ എത്രത്തോളം നമ്മൾ കഴുകി എടുക്കാമോ അത്രത്തോളം നമ്മൾ കഴുകി വൃത്തിയാക്കി ശേഷം മാത്രമേ കറ്റാർ വാഴ ഉപയോഗിക്കാവൂ. ഇതിനൊരു കറയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കറ്റാർ വാഴ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണമെന്ന്. നമുക്ക് കറ്റാർ വാഴയുടെ വളങ്ങളെ പരിചയപ്പെടാം. ചാണകപ്പൊടി, പഴത്തൊലി പുളിപ്പിച്ച വെള്ളം, മുട്ടത്തോട് എന്നിവ നമുക്ക് വളങ്ങളായി ഉപയോഗിക്കാം. കറ്റാർ വാഴ എപ്പം നട്ടാലും നമ്മൾ കുറച്ച് പൊക്കി വെച്ച് മാത്രമേ നടാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ അതിൻ്റെ തൈകൾ വരികയുള്ളൂ. കുറച്ച് ജലാംശം മാത്രം മതി നമ്മുടെ കറ്റാർ വാഴയ്ക്ക്. സൺലൈറ്റ് അധികമായാലും ഒരു കുഴപ്പവുമില്ല. കറ്റാർ വാഴയിൽ ധാരാളം പൊട്ടാസ്യം, വിറ്റാമിൻസും അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം വളമാണ് ഇതിൽ ഏറ്റവും അത്യാവശ്യം. പൊട്ടാസ്യം വളം ഏതൊക്കെയെന്ന് വെച്ചാൽ പഴത്തൊലി, ഉള്ളിത്തൊലി, കൂമ്പിൻ പോളത്തൊലി, ഇതൊക്കെ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളമാണ്. കാൽസ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ തോടിട്ടാൽ കാൽസ്യത്തിനുള്ള വളവുമാകും. എന്നാൽ മാത്രമേ നമുക്ക് കറ്റാർ വാഴയിൽ നിന്നും വലിയ ലീഫ് കിട്ടുകയുള്ളൂ. എണ്ണ കാച്ചുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കറ്റാർ വാഴ. കറ്റാർ വാഴയിൽ നിന്നും നമുക്ക് ജെല്ലുണ്ടാക്കാം. ഏറ്റവും കൂടുതൽ ജെല്ല് ആളുകൾ പുറത്തു നിന്നാണ് മേടിക്കുന്നത്. അലോവേര ജെല്ലെന്നും പറഞ്ഞാണ് പുറമേ നിന്നും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2-3 കറ്റാർ വാഴ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ജെല്ലുണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം, തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതിനും ഏറ്റവും നല്ലതാണിത്. അപ്പോൾ ഇന്നത്തെ കറ്റാർ വാഴയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.